ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അതിസമർത്ഥമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ മാസത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആമേൻ. 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെയും കേട്ട ഓരോ വാഗ്ദത്ത സന്ദേശങ്ങളും അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും ആത്മീയ ഗുണീകരണങ്ങൾക്ക് കാരണമായി തീർന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു സന്ദേശവുമായി ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തെ കിട്ടുന്ന സമയം അത്രയും ഉയർത്തുവാൻ നമുക്ക് ലഭിക്കുന്ന ചെറിയ ഒരു സമയമാണെങ്കിലും അത് യേശുവിനെയും അവന്റെ ക്രൂശിനെയും ഉയർത്തുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ദുഷികളുണ്ട്, എല്ലാ വിധത്തിലുള്ള കഷ്ടതകൾ ഉള്ളപ്പോൾ തന്നെ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ ഇതൊക്കെ സംഭവിച്ചാലും ഞാൻ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കും. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ക്രിസ്തു ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അതിശയമായി തീരും. അവൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മെ വിളിച്ചത് സൊസൈറ്റിയല്ല, സഭയല്ല, സംഘടനകളല്ല, രാജ്യമല്ല, അവൻ ഭൂഖണ്ഡങ്ങളല്ല നമ്മെ വിളിച്ചത് യേശുവാണ്. ആ യേശു വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മേലൊരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിലപിച്ചും ദുഃഖിച്ചും ഭാരപ്പെട്ടും ഇരിക്കരുത്. സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നിങ്ങളായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവൻ നിവർത്തട്ടെ. തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്ക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. വളരെ ശക്തമായ ഒരു വാഗ്ദത്ത വചനം ഇന്ന് പകൽക്കാലം നമുക്ക് കേൾക്കാൻ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇതാ യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായും എഴുതി വച്ചിരിക്കുന്നു, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, അവൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തല ഉയർത്തി നോക്കുക, നീ നോക്കുന്ന എല്ലാം നിനക്ക് ലഭിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്രത്തോളം അവൻ ഉയർത്തുവാൻ കഴിയുന്നോ അത്രത്തോളം നമ്മുടെ അനുഗ്രഹവും ഉയരുവാൻ ഇടയായി തീരും. മറ്റുള്ളവരെ പോലെ നമ്മൾ ചിന്തിക്കരുത്. സിംഹത്തിന്റെ മൈൻഡ് എന്റെ അകത്തുണ്ടായിരിക്കണം. കഴുകനെ പോലെയുള്ള ചിന്താഗതി എന്റെ അകത്തുണ്ടായിരിക്കണം. അവൻ കാട്ടിലെ അനേകം ശക്തരായ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും സിംഹമാണ് കാട്ടിലെ രാജാവ്. അവൻ അനേകം പക്ഷികൾ ഈ ആകാശത്ത് കൂടി പറന്നുയരുന്നുണ്ടെങ്കിലും കഴുകനെ പോലെ ഏറ്റവും ഉയരങ്ങളിലേക്ക് അവൻ മഴമേഘങ്ങൾക്കും മഴയ്ക്കും മീതെ പറന്നുയരുവാൻ അവന്റെ ചിന്താഗതി അത്രയും വലുതായതുകൊണ്ടാണ് ഞാൻ മഴമേഘങ്ങൾക്ക് മീതെ പറന്നുയരും, ഞാൻ അനേകം മൃഗങ്ങളെ കീഴടക്കി അവരുടെ രാജാവായി വാഴും. അങ്ങനെ ലയൺ മൈൻഡും ഈഗിൾ മൈൻഡും ഉള്ളവരായി തീരണം. നമ്മുടെ വിശ്വാസം എത്രത്തോളം വളർന്നുവോ അതിനനുസരിച്ചാണ് ദൈവപ്രവർത്തികളും വെളിപ്പെടുന്നത്. ഇവിടെ ഇതാ വളരെ വ്യക്തമായി, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. അവൻ ചോദിക്കുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ ഏറ്റവും വലുത് ചോദിക്കുക, ഏറ്റവും ഉന്നതമായത് ചോദിക്കുക. ദൈവം അത് തരുവാൻ വിശ്വസ്തനാണ്. കാരണം ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നു. 2 പറയുന്നു, ആമേൻ, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവൻ നിവർത്തട്ടെ, തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്ക. ഇന്ന് പകൽക്കാലം നിന്റെ അതിരുകളെ വിസ്താരമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ അത് എത്ര പേർ ഇന്ന് പകലിൽ ഏറ്റെടുക്കും? വിലപിച്ചും ദുഃഖിച്ചും പരിതപിച്ചും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടിയും ജീവിക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതം എന്നിൽ പ്രകടമായാൽ
ഞാൻ പോലും അറിയാതെ എന്റെ കുറ്റികളെ മാറ്റിയടിക്കുവാൻ എന്റെ ദൈവത്തിനും അവന്റെ വാഗ്ദത്ത വചനത്തിനും കഴിയും. അതുകൊണ്ടാ വളരെ വ്യക്തമായി അടുത്ത വാക്യം പറയുന്നത്, ആമേൻ, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കം. ആമേൻ, ഈ കൈകളെ നിവർത്തി വെച്ചിട്ട് വിളിച്ചു പറ, തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറേ തടുത്തു വെക്കരുത്. എന്റെ ദൈവത്താലുള്ള വാഗ്ദത്തങ്ങൾ സകലതും എന്റെ മേലും എന്റെ കുടുംബത്തിന് മേലും എന്റെ തലമുറയുടെ മേലും ചലിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറ. നീ എന്താണോ നിന്റെ നാവിലൂടെ വിളിച്ചു പറയുന്നത് അത് തന്നെയാണ് സംഭവിക്കും. നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം നിന്റെ കുറ്റികളെ മാറ്റിയടിക്കാം. നിന്റെ നിവാസങ്ങളെ വിശാലമാക്കുന്ന നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികൾ നീ കാണാൻ പോവുകയാണ്. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കും. അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.